RAC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോദ്രേജ് കമ്പനി പുറത്തിറങ്ങുന്ന ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ തെർമോസ്റ്റാറ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഗോദ്രേജ് കമ്പനിയുടെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകൾക്ക് മാത്രമേ ഈ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യാൻ സാധിക്കൂ. 650 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. AC റെഫ്രിജറേഷൻ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളിലെല്ലാം ലഭ്യമാണ്, കൂടാതെ ഓൺലൈനിലും ലഭ്യമാണ്. ആദ്യമായിട്ട് ഇത് ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്നത്, കൂടാതെ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. റെഫ്രിജറേറ്ററിൽ നമ്മൾ തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കായിട്ട് നോബ് കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ക്യാപ്പിലറി ട്യൂബും കൂടാതെ സെൻസിങ് ബൾബും. ഈ സെൻസിങ് ബൾബ് നമുക്ക് എവിടുത്തെ ടെമ്പറേച്ചറാണോ സെൻസ് ചെയ്യേണ്ടത് അവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവാപ്പറേറ്ററിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ നോബിൻ്റെ നടുക്ക് ഒരു എക്സ്ട്രാ നീളമുള്ളൊരു ഭാഗം കാണാം. അവിടെയാണ് ഡീഫ്രോസ്റ്റ് ബട്ടൺ വരുന്നത്. തെർമോസ്റ്റാറ്റിൻ്റെ ബാക്കിലായിട്ട് 2 കണക്ഷൻസ് കാണാം. അതിൽ ഒരു കണക്ഷൻ അതിലേക്ക് വരുന്ന പവർ സപ്ലൈ, മറ്റേ കണക്ഷൻ കംപ്രസറിലേക്ക് പോകുന്ന പവർ സപ്ലൈ ആണ്. ഇതാണ് ഈ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസിങ് ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ബൾബ് പോലെ ഒരു ഭാഗമുണ്ട്. ആ സ്പ്രിങ് പോലെ ചുരുട്ടി വെച്ചിരിക്കുന്നത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്യാപ്പിലറി ട്യൂബാണ്. ഇതിനുള്ളിൽ റെഫ്രിജറൻറ്റ് നിറച്ചിട്ടുണ്ട്. ക്യാപ്പിലറി ട്യൂബ് ഒടിഞ്ഞു പോവുകയാണെങ്കിൽ അതിനുള്ളിൽ റെഫ്രിജറൻറ്റ് ലീക്കായി പോവും. അതോടെ തെർമോസ്റ്റാറ്റ് ഇഫക്റ്റീവ് ആവും. അപ്പോൾ അതിന് പുറമെ ക്യാപ്പിലറിക്ക് പരുക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിംഗ് ഉണ്ട്. ഇനി നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററോ അതല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലാമീറ്ററോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മോഡ് കണ്ടിന്യൂറ്റി, അതായത് സ്പീക്കറിന് ചിഹ്നമുള്ള ആ മോഡിലിടുക. അതിനുശേഷം ആ പ്രോബുകൾ രണ്ടും പരസ്പരം ടച്ച് ചെയ്ത് നോക്കുക. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ടച്ച് ചെയ്ത് നോക്കുക, സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാമീറ്റർ ഓക്കെയാണ്. ഇനി തെർമോസ്റ്റാറ്റിൻ്റെ 2 കണക്ഷനുകളിൽ നമ്മൾ ക്ലാമീറ്ററിൻ്റെ 2 പ്രോബുകൾ കണക്ട് ചെയ്യുക. എന്നിട്ട് സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനർത്ഥം തെർമോസ്റ്റാറ്റ് ഓൺ പൊസിഷനിലാണ്. ഇനി ഒരു പ്ലെയർ ഉപയോഗിച്ച് തെർമോസ്റ്റാറ്റിൻ്റെ നോബ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ സ്റ്റോപ്പ് ആകുന്ന സമയത്ത് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അതോടൊപ്പം തന്നെ ക്ലാമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി സൗണ്ട് ഓഫ് ആവും. ഇപ്പോൾ തെർമോസ്റ്റാറ്റ് ഓഫായ പൊസിഷനിലാണ്. ഇനി അടുത്തതായിട്ട് നേരത്തെ കണക്ഷൻസ് കൊടുത്ത പോലെ തന്നെ ഒരിക്കൽ കൂടെ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ തെർമോസ്റ്റാറ്റ് ഓൺ ആകുന്ന പൊസിഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലെയർ എടുത്തതിന് ശേഷം തെർമോസ്റ്റാറ്റിൻ്റെ നോബ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നത് ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിൽ ഒരിക്കൽ കൂടെ തിരിക്കുക. അപ്പോൾ ആദ്യം തിരിക്കുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അതിനുശേഷം ക്ലാമീറ്ററിൻ്റെ ആ കണ്ടിന്യൂറ്റി സൗണ്ട് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ആ നോബ് മാക്സിമം പൊസിഷനിൽ വെക്കുക. ഇതാണ് മാക്സിമം കൂളിംഗ് പൊസിഷൻ. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലെ ടെമ്പറേച്ചർ ഏകദേശം -20°C വരുമ്പോഴാണ് ഈ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ചെക്ക് ചെയ്യാൻ സാധിക്കൂ. ഈ ബട്ടണെയാണ് ഡീഫ്രോസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് കംപ്രസർ ഓഫ് ആകും. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ സൗണ്ട് ഓഫ് ആകുന്നത് കാണാം. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഐസ് കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡീഫ്രോസ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസ്സായിട്ട് തന്നെ ഇരിക്കും. എപ്പോഴാണോ ആ ഇവാപ്പറേറ്റർ ചൂടായിട്ട് ഐസ് ഉരുകുന്നത് അപ്പോൾ മാത്രമേ ആ സ്വിച്ച് റിട്ടേൺ വരൂ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് ആ സ്വിച്ച് അപ്പോൾ തന്നെ റിട്ടേൺ വരുന്നത്. ഇനി അതിൻ്റെ പുറകിലത്തെ 2 കണക്ഷൻസ് മുൻപ് പറഞ്ഞ പോലെ ഒരു കണക്ഷൻ ഇതിലേക്ക് വരുന്ന സപ്ലൈ, മറ്റേ കണക്ഷൻ കംപ്രസറിലേക്ക് പോകുന്ന സപ്ലൈ ആണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ സെൻസിങ് ബൾബ് അത് സെൻസ് ചെയ്യുകയും അതിനുശേഷം ആ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആകുകയും ചെയ്യുന്നു. ആ സമയത്ത് കംപ്രസർ ഓഫ് ആവും. കംപ്രസർ ഓഫായി കുറേ നേരം കഴിയുമ്പോൾ ഇവാപ്പറേറ്ററിൻ്റെ ടെമ്പറേച്ചർ നോർമലായിട്ടും കൂടാൻ തുടങ്ങും. ആ സമയത്ത് ഈ തെർമോസ്റ്റാറ്റ് വീണ്ടും ഓൺ ആവും. ഇതിനെ നമ്മൾ കട്ടിൻ എന്നാണ് പറയുന്നത്. 2 രീതിയിലാണ് തെർമോസ്റ്റാറ്റ് കംപ്ലൈൻറ്റ് വരുന്നത്. ഒന്ന്, ഈ തെർമോസ്റ്റാറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ട് പോകാതിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കാണിക്കില്ല. രണ്ടാമത്, ഈ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആകാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ മൊത്തം ഐസ് ആകുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് മാത്രം റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ മേഖലകളിലെ പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.